കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാത സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം ഒരിക്കലൂടെ ദൈവത്തിൻ്റെ വചനമായി പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായി ഒരുക്കി തന്ന വലിയ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ചെറിയ സന്ദേശം ഈ രാവിലെ സമയം ഞാൻ പങ്കുവെക്കട്ടെ. എന്താണ് വിശ്വാസം? വിശ്വാസം എങ്ങനെ കരസ്ഥമാക്കാം? വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ 3 തരത്തിലുള്ള വിശ്വാസങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 1, രക്ഷാകരമായ വിശ്വാസം. 2, ഉപദേശപരമായ വിശ്വാസം. 3, അത്ഭുതകരമായ വിശ്വാസം. എന്താണ് രക്ഷാകരമായ വിശ്വാസം? യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമാണെന്നുള്ള വിശ്വാസമാണ് രക്ഷാകരമായ വിശ്വാസം. യേശു ക്രിസ്തു രക്ഷകനാണ്, കർത്താവാണ്. കർത്തൃത്വം നടത്തുവാൻ അധികാരമുള്ളവൻ അവനാണ് യേശു ക്രിസ്തു. സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്ന വിശ്വാസമാണത്. ഈ വിശ്വാസം നമ്മെ നരകത്തിലേക്ക് തള്ളിവിടുന്ന വിശ്വാസമല്ല, നിത്യസ്വർഗത്തിന് ഓഹരിക്കാരാക്കുന്ന, നിത്യതയ്ക്ക് അവകാശികളാക്കുന്ന, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുന്ന ഒരു വിശ്വാസമാണ് യേശു ക്രിസ്തുവിലുള്ള രക്ഷാകരമായ വിശ്വാസം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കുന്നതിനാണ് ഇത് ഒരു മനുഷ്യനിലുള്ളതാക്കുന്നത്. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? രക്ഷാകരമായ വിശ്വാസമുണ്ടാകും. ഒരുവൻ സുവിശേഷം കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കണം. നല്ല നിലത്ത് വീണ വിത്തിൻ്റെ ഉപമയെക്കുറിച്ച് യേശുദമ്പുരാൻ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. പല സ്ഥലത്തും ആ വിത്ത് വീണു, പക്ഷേ പ്രയോജനമില്ലാതായിപ്പോയപ്പോൾ വീഴേണ്ട സ്ഥലത്ത്, നല്ല നിലത്ത് ആ വിത്ത് വീണപ്പോൾ അതിന് വളരുവാനിടയായി, അത് ഫലം കായ്ക്കുവാനിടയായി, 100 മേനി വിളവ് കാണുവാനിടയായി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമായി തീരരുത്. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ, ശരണപ്പെടുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കാം. രക്ഷകരമായ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം. രണ്ടാമത്തെ ഒരു വിശ്വാസം ഉപദേശപരമായ വിശ്വാസം. തിരുവചനം വെളിപ്പെടുത്തിയിരിക്കുന്ന പഠിപ്പിക്കുകളെക്കുറിച്ചുള്ള അറിവും ബോധ്യവുമാണ് ഈ വിശ്വാസം. തിരുവചനം ശക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്, വേദപുസ്തകത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്ന സത്യസുവിശേഷം, നിത്യജീവൻ്റെ മൊഴികൾ, അത് വെളിപ്പെടുത്തിയിരിക്കുന്ന പഠിപ്പിക്കലുകളെക്കുറിച്ചുള്ള അറിവും ബോധ്യവുമാണ്, ജ്ഞാനവുമാണ് ഉപദേശകരമായ വിശ്വാസം. യേശുക്രിസ്തു രക്ഷകനാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ആ വിശ്വാസത്തെ നമുക്ക് സ്വീകരിച്ച് അവിടെ കൊണ്ട് തീരുന്നതല്ല. പിന്നെയോ നമ്മൾ ഉപദേശത്തെ വിശ്വസിക്കണം. എന്താണ് യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശം? ആ ഉപദേശപരമായ വിശ്വാസത്തെ നാം അംഗീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, ആ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറെടുക്കുന്നതാണ് ഉപദേശകരമായ വിശ്വാസം. ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും പങ്കുവഹിക്കുന്ന, മൂല്യതയുള്ള, പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ഉപദേശപരമായ വിശ്വാസം. അത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ, അവൻ്റെ ജീവിതം കേടുപാടുകളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഉപദേശകരമായ വിശ്വാസം, വചന അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. വേറെ ഉപദേശങ്ങൾ ഒത്തിരി പാലിൽ മുളച്ചു പരക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉപദേശമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടത്. സത്യ ഉപദേശം, ദൈവം പഠിപ്പിച്ച്, കർത്താവ് തമ്പുരാൻ പഠിപ്പിച്ച ഏത് ഉപദേശം അത് നമ്മൾ ശിരസ വഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃക പിൻപറ്റുക എന്നാണ്. യേശുക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുക? എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു, അത് നമ്മൾ ചെയ്യരുത്. എന്ത് ചെയ്യണമെന്ന് യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടോ, അത് ചെയ്യുന്നതാണ് ഉപദേശകരമായ വിശ്വാസം. മൂന്നാമത്തെ വിശ്വാസം ഇതാണ്, അത്ഭുതകരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ആമേൻ, വേദപുസ്തകത്തിൽ 1, യേശുവിനെ അറിഞ്ഞു, അത് രക്ഷാകരമായ വിശ്വാസമാണ്. യേശുവിനെക്കുറിച്ച് കൂടുതലായി ഉപദേശങ്ങൾ സ്വീകരിക്കുക, വചനാടിസ്ഥാനമായി, അത് ഉപദേശകരമായ വിശ്വാസമാണെങ്കിൽ. 3, യേശുദമ്പുരാൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തികളെക്കുറിച്ചുള്ള അത് സ്വീകരിക്കുവാൻ ആവശ്യമായ ഒരു വിശ്വാസമാണ് അത്ഭുതകരമായ വിശ്വാസം. ഇത് ദൈവമക്കളല്ലാത്തവർക്ക് തങ്ങളുടെ ആവശ്യത്തിന് മുമ്പിൽ ഉണ്ടായെന്ന് വരാം. ദൈവമക്കളല്ലാത്തവർക്ക് തങ്ങളുടെ ആവശ്യം, ഈ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ചല്ല, പിന്നെ അവർ രക്ഷയ്ക്ക് വേണ്ടിയല്ല, അത്ഭുതങ്ങൾക്ക് വേണ്ടി യേശുവിൽ ആശ്രയിക്കുകയാണ്. അങ്ങനെ യേശു തമ്പുരാൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അപ്പം തിന്നാൻ വന്നവർ, യേശു എന്ത് ചെയ്യുന്നത് കാണാൻ വന്നവർ, യേശുവിനെ പ്രസംഗത്തിൽ അവൻ്റെ വാക്കിൽ പിടിക്കുവാൻ വന്നവർ. എന്നാൽ യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് അനുഗ്രഹിക്കപ്പെടാൻ വന്നവരും യേശുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കുന്ന നല്ല വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം.
ന്യായപ്രമാണത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്, വചനത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട് എന്ന് വിശ്വസിക്കുവാനിടയായിത്തീരണം. പലരും പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ മറക്കും, യേശുവിനെ മറന്നു കളയും. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർ അരിഷ്ട മനുഷ്യരാണ് എന്ന വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യലേഖനത്തിൽ അത് ഇങ്ങനെ വളരെ വ്യക്തമായി പറയും. ഈ ആയുസ്സിൽ മാത്രം, ഈ ആയുസ്സിനപ്പുറത്തൊരു പ്രത്യാശയോ വിശ്വാസമോ മരണാനന്തരമായ ഒരു ജീവിതമോ മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്ന് വിശ്വസിക്കാതെ ഈ ആയുസ് കൊണ്ട് തീരുന്നതാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അവർ കേവലം അത്ഭുതങ്ങളിൽ മാത്രം അടിയുറച്ച് നിൽക്കുമ്പോൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശു നിത്യനായ ദൈവമാണ്. ആ നിത്യനായ ദൈവത്തോടൊപ്പം വാഴാൻ നമുക്ക് അവസരം ലഭിക്കും. അതുകൊണ്ട് ഈ വിശ്വാസത്തിന് അധിഷ്ഠിതമായ ഒരു നിത്യജീവിതം നയിക്കുക. രക്ഷാകരമായ വിശ്വാസത്തെ കരസ്ഥമാക്കിയവൻ ദൈവവചനാടിസ്ഥാനത്തിലുള്ള ഉപദേശപരമായ വിശ്വാസത്തെയും അവൻ കരസ്ഥമാക്കിക്കൊണ്ട് അത്ഭുതകരമായ വചനാടിസ്ഥാനത്തിലുള്ള അത്ഭുതകരമായ വിശ്വാസത്തെയും ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നേറുവാൻ ഈ വചനങ്ങളെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സർവേശ്വരൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.